എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും ഓരോ പണിയിലാണോ? എന്നാലും കുറച്ച് നേരം എല്ലാവരും ഇങ്ങോട്ടൊന്ന് വന്നേ. ഇന്നത്തെ നല്ലൊരു ബ്യൂട്ടി ടിപ്സ് കേൾക്കണ്ടേ? അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്താണെന്നറിയോ? കവിള് നന്നായിട്ട് തുടുക്കാനായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് അതുപോലെ ചെയ്ത് നോക്കിയിരുന്നു. അവർക്കെല്ലാം നല്ല റിസൾട്ട്, വെറുതെ പറയല്ല, നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് നമുക്ക് ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കവിളൊന്ന് നന്നായിട്ട് തുടുത്ത് കിട്ടാനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഞാൻ കാണിക്കുന്ന ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഒരു വേറെ സാധനം കുടിക്കുകയും കൂടി ചെയ്യണം. എന്നാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതായത് നമ്മുടെ കവിളൊക്കെ അങ്ങ് തുടുത്ത് നല്ല ഷൈനിങ്ങോടുകൂടി ഇരിക്കും. നമ്മുടെ കവിളിൽ നല്ല ഗ്ലോ വരും, നല്ല തിളക്കം ഉണ്ടാകും, നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതായത് ഇത് ബ്ലഡ് കുറവുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ജ്യൂസ് കുടിച്ചാൽ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കവിള് നന്നായിട്ട് തുടുക്കാനായിട്ടുള്ള നല്ലൊരു മസാജും ഒക്കെയാണ് കാണിക്കുന്നത്. മസാജും എക്സസൈസും ഒക്കെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും അതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുത്താൽ എത്ര ഒട്ടിയ കവിളും നല്ല രീതിയിൽ തുടുത്ത് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മസാജൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മുടെ കവിളിൻ്റെ ഇവിടെ ഉണ്ട് നല്ലൊരു ഗ്ലോയും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഡെയിലി ചെയ്തു പോകണമെങ്കിൽ നമ്മുടെ കവിളിൽ നല്ല ഗ്ലോ വരും, നല്ലൊരു തുടിപ്പും നമുക്ക് വരും. അന്നേരം തന്നെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ കവിള് നല്ല രീതിയിൽ തുടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുപോലെ ഞാൻ നേരത്തെ ഒരു ടിപ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ചെയ്ത് നോക്കിയ ഒരുപാട് പേരുണ്ട്. അവർക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ചിലവരുടെ മെലിഞ്ഞ ശരീരപ്രകൃതിക്കാരുടെയൊക്കെ കവിള് നല്ല ഒട്ടിയിരിക്കുമൊക്കെ അല്ലേ, അവർക്കും ഇത് നന്നായിട്ട് ചെയ്തു പോകാം. അവർക്ക് ഞാൻ ഈ പറയുന്ന ഒരു ജ്യൂസും കൂടെ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഇനി നമുക്കൊരു കല്യാണ സമയത്തൊക്കെ മെലിഞ്ഞ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. എന്താണെന്നറിയോ? എനിക്കൊന്ന് ശരീരം ഒന്ന് വണ്ണം വെക്കണം, അല്ലെങ്കിൽ കവിളൊന്നും, ശരീരം വണ്ണം വെച്ചില്ലെങ്കിലും പോട്ടെ, ആ മുഖമൊക്കെ നന്നായിട്ട് തുടുത്തിരിക്കണം അല്ലേ. അപ്പം നമുക്ക് എന്താ ചെയ്യുക? ഈ ഒരു കാര്യം ചെയ്താലുണ്ടല്ലോ, ഞാൻ ഇന്ന് കാണിക്കുന്ന കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒട്ടിയ കവിളൊക്കെ ഒന്ന് മാറി നല്ല തുടിപ്പും കാര്യങ്ങളും വന്നിട്ട് നല്ല ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന നല്ലൊരു മസാജും ഫേസ് യോഗയും അതുപോലെ തന്നെ നല്ലൊരു ജ്യൂസുമാണ് നിങ്ങൾക്ക് ഇന്ന് ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മസാജും കാര്യങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ അടിപൊളി റിസൾട്ടാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഈ ഒരു യോഗയും മസാജും ഒക്കെ ചെയ്തു പോകുന്ന ആളാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ 2 അണപ്പല്ലും എടുത്ത് കളഞ്ഞു, 2 സൈഡിലെ അണപ്പല്ലും എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു നീണ്ട മുഖമാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്കത് ചെയ്യാതിരുന്നാണ്ടല്ലോ പെട്ടെന്ന് എൻ്റെ കവിൾ ഒട്ടിപ്പോകും, സത്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു നല്ല തുടിപ്പും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ എൻ്റെ കവിളിൽ നല്ല രീതിയിലുള്ള ആ ഒരു വണ്ണമൊക്കെ ഉണ്ട്. നേരത്തെ ഇവിടെ ആദ്യം ഫസ്റ്റ് ടൈമിൽ പല്ലൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരൊട്ടൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി നല്ല രീതിയിൽ നമ്മുടെ കവിളൊക്കെ നന്നായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാനിത് മുടങ്ങാതെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിന് നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് എന്താ പറയുന്നത്, ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയതും മറ്റുള്ളവർക്ക് കിട്ടിയതുമായിട്ടുള്ള റിസൾട്ട് കിട്ടിയതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വിശ്വസിക്കാം. നിങ്ങളിതിലെ ഒരാഴ്ച ഇത് അടുപ്പിച്ച് ചെയ്ത് നോക്കിയിട്ട് പറ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ ചെയ്യണം. പക്ഷെ എന്താണ്, നിങ്ങളത് ചെയ്യുമ്പോൾ റൊട്ടീനായിട്ട് തന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ മെലിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഒരു ജ്യൂസും കൂടെ കുടിക്കണം. അപ്പം നിങ്ങൾക്കൊരു പുള്ളിക്കാരി വാട്സപ്പിൽ തോന്നുമ്പോൾ ഞാൻ ഈ ജ്യൂസിനെ പറ്റി അവരോട് പറഞ്ഞു കൊടുത്ത് അവരിത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല റിസൾട്ടാണ്. എന്നോട് പറഞ്ഞു ഒരു 3-4 ദിവസം കുടിച്ചപ്പോൾ തന്നെ അവർക്ക് നല്ല വ്യത്യാസം ഉണ്ടെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. അത് ചെയ്യുന്ന ഒരു മസാജും കാര്യങ്ങളും ചെയ്താൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ വരികയും അതുപോലെ തന്നെ കവിളൊക്കെ നല്ലതായിട്ട് തുടുത്തിരിക്കുകയും ഇവിടെയൊക്കെ നല്ല ഒരു ഗ്ലോ വരികയും ഈ ഭാഗത്തൊക്കെ റിങ്കിൾസൊക്കെ കുറയുകയും അവൾ ഒട്ടിയ ആൾക്കാർക്കാണ് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എന്താണ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നു പോലെ. വീഡിയോ ലൈക്ക് തരേണ്ട എപ്പോഴാണെന്നറിയോ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളാണ് എൻ്റെ ഈ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് തരാൻ മറക്കല്ലേ. പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മസാജ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലി സ്കിന്നുകാരുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട, ഒലിവ് ഓയിൽ അങ്ങനത്തെ ഓയിലുകൾ യൂസ് ചെയ്യേണ്ട. ഓയിലി സ്കിന്നുകാരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അലോവേരയുടെ ജെല്ല്, അതുപോലെ തന്നെ എന്തെങ്കിലും മോയ്സ്ചറൈസർ,
ഓയിലി സ്കിന്നുകാരുടെ മോയ്സ്ചറൈസർ കിട്ടുമല്ലോ അത്, അല്ലെങ്കിൽ എന്താ പറയുക തക്കാളിയുടെ നീരോ പൾപ്പോ ഒക്കെ എടുത്ത് ക്യാരറ്റ് ജ്യൂസും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു മസാജ് ചെയ്യാം. അല്ലാത്തവർ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണയോ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് എന്താണ്, എൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്, ലാക്മിയുടെ പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു മസാജ് കാണിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് ആവശ്യത്തിന്, അപ്പം ഞാൻ മുഖമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ നമ്മുടെ മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കുക, അതുപോലെ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ നല്ല വൃത്തിയായിരിക്കണം, നല്ല വൃത്തിയായിട്ട് വേണം നമ്മൾ ഈ ഒരു ഏത് മസാജ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു കുറച്ച് മോയ്സ്ചറൈസർ ഈ ഒരു ക്രീമൊക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കവിളിലല്ലേ മസാജ് കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ കവിളിലോട്ട് ഇങ്ങനെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ പുരട്ടി കൊടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു മസാജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെയ്യുന്ന ഒരു മസാജാണിത്, എല്ലാ റിസൾട്ട് കിട്ടുന്ന ഒരു മസാജാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫേഷ്യൽ സ്റ്റെപ്പാണ് കേട്ടോ. നമുക്ക് മിക്കവാറും പാർലറിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവർ ചെയ്തു തരുന്ന ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുകയാണ്. ഇത് നല്ലൊരു മസാജാണ്. നമ്മുടെ സാഗ് ചെയ്യുന്ന സ്കിന്നൊക്കെ, ഇത് വെറുതെ നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യത്തില്ലേ, കവിളൊക്കെ അവിടെ നമ്മുടെ സാഗ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു മസാജ് നമുക്ക് കൊടുക്കാം കേട്ടോ. അതിനും നല്ലതാണ്, കവിള് തുടുക്കാനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഫേഷ്യൽ സമയത്തൊക്കെ ചെയ്യുമ്പം ഈ കവിളില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ഫേഷ്യലൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു മസാജ് കൂടുതൽ കൊടുക്കുമ്പോൾ ആ ഒരു ഫേഷ്യലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു തുടുപ്പ് തോന്നി. അപ്പോൾ അവർ തന്നെ എന്നോട് പല പ്രാവശ്യം അങ്ങനെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ എൻ്റെ കവിളിന് നല്ലൊരു തുടുപ്പ് തോന്നിക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ വീട്ടിൽ പോയി റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്കത് ഇതുപോലുള്ള മസാജിൽ ചെയ്താൽ നല്ല രീതിയിൽ കവിൾ വെക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയവരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു മസാജ് നമുക്ക് ചെയ്യാം. നമുക്കിതുപോലെ എടുത്തിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു മിനിറ്റ് അങ്ങ് ചെയ്യുക കേട്ടോ. ഇത് ഒരു മിനിറ്റ് അങ്ങ് നമ്മൾ നല്ലതായിട്ട് ചെയ്യുക. ഇത് റിങ്കിൾസ് കുറയാനായിട്ടും സ്കിന്ന് സാഗിയായിരിക്കാനായിട്ടും ഒക്കെ നല്ലൊരു മസാജാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കവിള് തുടുക്കാനായിട്ടും ഇത് നമ്മൾ ഒരു മിനിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വശം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാജ് നമ്മൾ ഒരു മിനിറ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമുക്ക് വീണ്ടും അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക. കവിള് തുടുക്കാൻ നല്ലൊരു മസാജാണിത്. ഇതൊരു 10-15 തവണ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഈ ഒരു മസാജ് ചെയ്തല്ലോ. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു 2 ഭാഗമല്ലേ, നമ്മുടെ ഇവിടെയാണ് കുറച്ച് തുടിപ്പ് വേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് വലിച്ചു വിടുക. അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ഇവിടെ ചെയ്യുക, നന്നായിട്ട് വലിച്ചു വിടുക. ഇത് നമ്മളൊരു 1 മിനിറ്റ് നേരം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു മിനിറ്റ് നേരം ചെയ്യണം. ഇനി അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈ ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇത് നമ്മൾ ഒരു മിനിറ്റ് നേരം നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കവിൾ ഇങ്ങനെ മുകളിലോട്ട് നന്നായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഫേഷ്യൽ മസാജാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഒരു മിനിറ്റ് വരെ നമുക്ക് ചെയ്യണം. അടുത്ത നമ്മുടെ കവിള ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ കൈ കൊണ്ട് ചുരുട്ടി ഇവിടെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക.
നമ്മൾ മനസ്സിലൊരു 60 സെക്കൻഡ് 1 മിനിറ്റ് നേരത്തിന് അങ്ങ് ചെയ്യുക. വീണ്ടും നമ്മൾ അതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക 1 മിനിറ്റ്. ഇതിങ്ങനെ നമ്മളൊരു 5-6 വട്ടം നമുക്കിതുപോലെ ചെയ്യാം. പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു സ്കിൻ ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടണം. ആ രീതിയിലൊരു മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ഭാഗത്ത് കൂടുതൽ ഒട്ടൽ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഈ ഒരു ചെയ്ത് കൊടുക്കുക. ഇതൊരു 1 മിനിറ്റ് നേരം നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ട് തിരിച്ച് ചെയ്യുക. ഇങ്ങനെ 1 മിനിറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് നമ്മൾ മസാജ് കൊടുത്തപ്പോൾ നമ്മൾ ആ ഒരു സ്കിന്നിന് ഒരു റെസ്റ്റ് കൊടുക്കണം. അതിനായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. ഇതൊരു 1 മിനിറ്റ് നേരം ചെയ്യുക. പിന്നെ അല്ല, നേരത്തെ പാറ്റിങ് ചെയ്തു. ഇത് പാറ്റിങ് ആണ് കേട്ടോ. ഇത് പാറ്റിങ് ആണ് ചെയ്ത്. ഇനി അടുത്ത ടാപ്പിങ് ചെയ്യാം. അപ്പോൾ ഇത് 1 മിനിറ്റ് നേരം നമ്മൾ ഇത് നമ്മളിങ്ങനെ ചെയ്യുക. ഇത് 1 മിനിറ്റ് നേരം ചെയ്യാം. അതിനുശേഷം അടുത്ത് നമ്മൾ നന്നായിട്ട് നമ്മുടെ കവിള് വീർപ്പിച്ച് പിടിക്കുക. അപ്പോൾ ചിലവർ പറയും ഇങ്ങനെ കവിള് ഇങ്ങനെ വീർപ്പിച്ചിട്ട് ആ പല്ല് പൊങ്ങത്തില്ല. അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ പല്ല് എപ്പോഴേ പല്ല് പൊങ്ങി പുറത്ത് ചാടിയതിന്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കവിള് നന്നായിട്ട് വീർപ്പിച്ച് പിടിക്കുക. ഇടുക. പിന്നെയും വിടുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യങ്ങളും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് ഇങ്ങനെ നമ്മളൊരു അപ്പോൾ ഇങ്ങനെ നമ്മൾ 10 വട്ടം തന്നെ നമ്മൾ ചെയ്യണം. ഇനി നമുക്ക് പിന്നെ ഈ ഒരു മസാജ് കൊടുക്കാം. ഈ ഒരു മസാജ് വീണ്ടും നമ്മൾ ഒരു 10 തവണ ആവർത്തിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കവിളിൽ നിന്നും തട്ടി കൊടുക്കുക. പതുക്കെ ചെയ്യാമല്ലോ കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ 1 മിനിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്ന് ടാപ്പിങ്ങും പാറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടൊന്ന് സെറ്റാക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ വേറൊരു മസാജിങ് കൂടെ ഉണ്ട്. എക്സസൈസ് പോലെ ചെയ്യുന്നത്. അതായത് നമ്മൾ വായിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വീർപ്പിച്ച് പിടിക്കുക. വായിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കുളിക്കാൻ നേരത്തൊക്കെ വായിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീർപ്പിച്ച് പിടിക്കുകയാണെങ്കിൽ, എന്നിട്ട് നമുക്ക് ആദ്യം കുളിക്കാൻ കയറുമ്പോൾ വായിൽ വെള്ളം ഒഴിച്ച് വീർപ്പിച്ച് പിടിക്കുക. അതിന് കുളി കഴിഞ്ഞതിന് ശേഷം തുപ്പിക്കളയുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ് നമ്മുടെ കവിളൊക്കെ നന്നായിട്ട് ഒട്ടാതിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നീണ്ട മുഖക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാം. അതുപോലെ തന്നെ ഒരുപാട് മെലിഞ്ഞ ആൾക്കാരുണ്ടെങ്കിലും ഇത് പരീക്ഷിക്കാം. പിന്നെ ഒത്തിരി തടിയുള്ള ആൾക്കാരും ഒത്തിരി കവിളുള്ള ആൾക്കാരും ചെയ്യേണ്ട. അവർക്ക് ഓൾറെഡി കവിളുണ്ടല്ലോ. അപ്പോൾ കവിളില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മസാജും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക. ഈ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു കാര്യം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 മടങ്ങ് റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് കണ്ടോ. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് പീസായിട്ട് ഇടുന്നതിനെക്കാട്ടി നന്നായിട്ട് അരഞ്ഞ് കിട്ടും ഇങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഒരെണ്ണം ഉണ്ട്, ഒരു ചെറിയ ക്യാരറ്റ് കേട്ടോ. പിന്നെ ഒരു പോമിഗ്രാനൈറ്റ് കേട്ടോ. അത് ഇതുപോലെ അടത്തി വെച്ചിട്ടുണ്ട്. നല്ല മുത്തുമണികൾ പോലെ അടത്തി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് രണ്ടും വേണം. അപ്പോൾ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഇതിൻ്റെ ഒരു ചെറുമധുരം ഉണ്ട്. നമുക്കിനി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മുടെ പനങ്കൽക്കണ്ടമാണ്. നമ്മുടെ ശരീരത്തിന് ഒത്തിരി മെഡിസിൻ വാല്യുള്ള ആണ് ഈ പനങ്കൽക്കണ്ടം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിലൂടെ എടുത്ത് അടിക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല, ഞാൻ ഇത് രണ്ടും മാത്രമേ അടിക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹണി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒത്തിരി മെലിഞ്ഞ ആൾക്കാരൊക്കെയാണ് ഹണി ആഡ് ചെയ്യേണ്ടത്. ഇതുപോലെ പനങ്കൽക്കണ്ടം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ണമുള്ള ആൾക്കാരൊക്കെയാണ് ഹണി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടും എടുത്ത് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, ഇത് രണ്ടും മാത്രമേ അടിച്ചെടുക്കുന്നുള്ളൂ. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ മധുരമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച്, അര ഗ്ലാസ്, ഇത് കുഞ്ഞൊരു ഗ്ലാസ്സാണ് കണ്ടോ, ഇത് കുഞ്ഞി ഗ്ലാസ്സാണ് കണ്ടോ. ഇതിന് തന്നെ മുക്കാൽ ഗ്ലാസ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. മസാജൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മുടെ കവിളിൻ്റെ ഇത് ഇവിടെ ഉണ്ട് നല്ലൊരു ഗ്ലോയും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഡെയിലി ചെയ്തു പോകണമെങ്കിൽ നമ്മുടെ കവിളിൽ നല്ല ഗ്ലോ വരും, നല്ലൊരു തുടിപ്പും നമുക്ക് വരും. അന്നേരം തന്നെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ പതിവായി ചെയ്യുവാണെങ്കിൽ എന്താണ്, നമുക്ക് നല്ലൊരു കവിളൊക്കെ നന്നായിട്ട് തുടിത്തിരിക്കും, നല്ല രക്തയോട്ടം ഉണ്ടാകും. മെയിനായിട്ട് നല്ല രക്തയോട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത കുടിക്കാൻ പോകുന്ന ഈ ജ്യൂസാണ്, അതായത് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ചിലർക്ക് ബീട്രൂട്ട് വേണം നിങ്ങൾക്ക് ചേർക്കാൻ കേട്ടോ. ഞാൻ എപ്പോഴും കുടിക്കുന്നത് പോമിഗ്രാനറ്റിൻ്റെ ഇതും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് മിക്സ് ചെയ്താണ് ഞാൻ കുടിക്കാറുള്ളത്. അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ്. ഇപ്പോൾ നമ്മുടെ പോമിഗ്രാനറ്റൊക്കെ നല്ല ബ്ലഡ് ഉണ്ടാകാനായിട്ട് ഒത്തിരി നല്ലതാണ്. ഡോക്ടർമാർ വരെ പറയും നമുക്ക് ബ്ലഡ് ഇല്ലാത്തവർക്ക് ഈ പോമിഗ്രാനറ്റ് ഡെയിലി കഴിക്കുവാണെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കാനുള്ളത് ധാരാളം ബ്ലഡ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിന് മാത്രമല്ല നമ്മുടെ കവിൾ നന്നായിട്ട് തുടുക്കാനായിട്ട് നല്ല രക്തയോട്ടം നമ്മുടെ കവിളൊക്കെ നല്ല പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടും. അതാണ്, സ്കിന്നിന് ഗ്ലോ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് നല്ല രീതിയിലുള്ള തുടുപ്പും കാര്യങ്ങളൊക്കെ തോന്നിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നിറം വെക്കാനായിട്ടും നല്ലതാണ്. ഇത് പതിവായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല രീതിയിലുള്ള നിറമൊക്കെ ഉണ്ടാവും. അപ്പം ഇതും കൂടെ നമ്മൾ കുടിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ട് കുടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മധുരം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് പനങ്കൽക്കണ്ടം യൂസ് ചെയ്യാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് പനങ്കൽക്കണ്ടം യൂസ് ചെയ്യുക. എന്നിട്ട് പനങ്കൽക്കണ്ടം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം ആവശ്യത്തിന് അതിനകത്ത് മിക്സ് ചെയ്തല്ല മിക്സിയിലോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് മിക്സിയിലോട്ട് ഇട്ട് അതുകൂടെ കൂട്ടി അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അരിച്ചെടുത്തിട്ട് വേണം നിങ്ങളിത് കുടിക്കാൻ കേട്ടോ. അപ്പം ഞാൻ കുടിക്കട്ടെ. പിന്നെ എന്താ പറയുക, ഇത് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിക്കും. അപ്പം നമ്മൾ ഇതൊക്കെ കുടിച്ചിട്ട് രാത്രിയിൽ കിടന്നുറങ്ങണം. അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ കവിളൊക്കെ നന്നായിട്ട് തുടുത്ത് വരും. അങ്ങനെയാണ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു ഗ്ലോയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഒരു കവിളിൽ ഇവിടെ നല്ലതായിട്ട് നമുക്ക് തുടുത്ത് വരും. നല്ല രീതിയിലുള്ളൊരു തുടുപ്പും കാര്യങ്ങളും കിട്ടാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു മസാജും അതുപോലെ തന്നെ എക്സസൈസും ഒക്കെയാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ നല്ലൊരു ജ്യൂസുമാണ് കാണിച്ചു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, നിങ്ങളിത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഡെയിലി ചെയ്യുക. തീരെ കവിളൊട്ടിയവരൊക്കെ ഡെയിലി ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഞാൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങളോട് അത് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തു പോവുക, അല്ലെങ്കിൽ വിട്ടേക്കുക. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്താണ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.